ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. അപ്പോൾ SBI ക്ലർക്കിൻ്റെ എക്സാം നാളെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ എന്നെപ്പോലെ നാളെ എക്സാം ഉള്ളവർ കുറേ പേര് കാണും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് ടിപ്സിനെ കുറിച്ചിട്ടാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് പേപ്പർ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കേൾക്കുക. ആൻഡ് സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചു, നല്ല രീതിയിൽ പഠിച്ചു, നല്ല രീതിയിൽ മോക്സ് അറ്റംപ്റ്റ് ചെയ്തു, വീക്ക് സെക്ഷൻസിനെ അനലൈസ് ചെയ്തു, അതിനെ സ്ട്രോങ് ആക്കി, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിൽ കൂടുതലും എന്താണ് സ്ട്രെസ്ഫുള്ളായിട്ട് ഇനിയും അടുത്ത മോക്ക് ചെയ്ത് മാർക്സിനെ അനലൈസ് ചെയ്ത് അങ്ങനെ ഡിപ്രസ്ഡ് ആവുക, അതൊന്നും ചെയ്യരുത്. ഇനിയും ഉള്ള ടൈമിൽ ഒരു മോക്ക് വേണമെങ്കിൽ, ഓക്കെ, അതും PYQ സെക്ഷനിൽ നിന്ന് ഒരു മോക്ക് വേണമെങ്കിൽ ചെയ്യാം. അതും മാൻഡേറ്ററി അല്ല. കാരണം ഇനിയുള്ള ടൈമിൽ സ്ട്രെസ് ഫ്രീ ആയിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. മോക്ക് ചെയ്ത് മാർക്സ് ഡൗൺ ആവുന്നത് കാണുമ്പോഴും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഡൗൺ ആവുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീമോട്ടിവേറ്റഡ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് വീക്ക് ഏരിയാസ്, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷാണ് വീക്കെങ്കിൽ ആ ഏരിയാസിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷണൽ ടെസ്റ്റുകളോ, അതല്ല എങ്കിൽ റീസണിങ് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ ആ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിൽ സെക്ഷണൽ മോക്കുകളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്താണ് കോൺഫിഡൻസ് ഇൻക്രീസ് ആവുന്നതായിരിക്കും. സോ ഇനിയുള്ള ടൈമിൽ ഫുൾ ലെങ്ത് മോക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കൂടുതലും സ്പീഡ് മാത്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ എക്സാം ഹാളിലോട്ട് ചെല്ലുമ്പോഴേക്കും പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ വേണം ചെല്ലാൻ. ഒരിക്കലും എന്താണ് ഒരു മുൻവിധിയോടുകൂടി എക്സാമിനെ അപ്രോച്ച് ചെയ്യരുത്. എൻ്റെ എക്സാം ഈസി ആയിരിക്കും, ഞാനൊരു 90+ അറ്റംപ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള ഒരു മുൻവിധിയോട് കൂടി പോയാൽ മേ ബി നമ്മളുടെ എക്സാമിൻ്റെ ഷിഫ്റ്റ് ഒരു മോഡറേറ്റ് ലെവലാണ്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ തുടക്കം മുതലേ ഒരു ഡീമോട്ടിവേഷൻ ഫീൽ ചെയ്യാനും നമുക്ക് സ്ട്രെങ്തിനനുസരിച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാതെയും വരാം. സോ അതുകൊണ്ട് ഒരു മുൻവിധിയും വേണ്ട. എനിക്ക് വരുന്ന എക്സാം എളുപ്പമായിരിക്കും, എനിക്കത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ആ ഒരു ഇത് മാത്രം മതി. അല്ലാണ്ട് ഇത്രയും എക്സ്പെക്റ്റ് ചെയ്ത് ഇത്ര മാർക്സ് മേടിക്കും അങ്ങനെയുള്ള ഒരു മുൻധാരണയും വേണ്ട. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ബെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനിയും ഞാൻ ആ ഒരു പോർഷൻ പഠിച്ചിട്ടില്ല, അപ്പോൾ ആ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഓവർ തിങ്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയുള്ള ടൈമിൽ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക, പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ എക്സാം ഹോളിലോട്ട് പ്രവേശിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു 1 അവർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഭാവിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, ബട്ട് ആ ഒരു 1 അവർ ഓവർ സ്ട്രെസ്സും അതുപോലെ തന്നെ ആങ്സൈറ്റി ലെവലും ഒക്കെ കാരണം മൗസ് ഒന്ന് അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ സെക്ഷനെയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ്, ഇപ്പോൾ എനിക്ക് നാളെ ഫസ്റ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ വി ഡോണ്ട് നോ ഏത് സെക്ഷനായിരിക്കും ആദ്യം വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഒരു ഇയർ എനിക്ക് പറ്റിയതാണ് അങ്ങനെ. SBIയുടെ എക്സാമിന് ഫസ്റ്റ് എനിക്ക് റീസണിംഗ് ആണ് വന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഇംഗ്ലീഷ് കോൺസ് റീസണിംഗ് എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ആദ്യം റീസണിംഗ് ആയിപ്പോയി. അങ്ങനെ ഞാൻ സ്റ്റക്കായി, എനിക്ക് റീസണിംഗ് നേരെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ റീസണിങ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ കോൺഫിഡൻസ് മൊത്തമേ പോയി. അങ്ങനെ ക്വാൺസും ഇംഗ്ലീഷും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇതെൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. മേ ബി ഇംഗ്ലീഷ് ക്വാൺസ് റീസണിങ് ആവാം, റീസണിങ് ആണ്, അതല്ല എങ്കിൽ ക്വാൺസ് ആണ് ആദ്യം വരുന്നതെങ്കിലും പാനിക് ആവരുത്. അതിനെ മുൻകൂട്ടി കണ്ട് വേണം എക്സാം ഹാളിൽ ഇരിക്കാൻ. ദെൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ സ്കിപ്പിംഗ് എബിലിറ്റിയാണ്. ഓക്കെ, ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ RCSന് ഒരിക്കലും ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യരുത്. RCSും പാരാജമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. ബാക്കി 1 ലൈനേഴ്സ് ക്വസ്റ്റ്യൻസിനെ നോക്കുക, എറർ ഡിറ്റക്ഷൻ ഒക്കെ ആണെങ്കിലും നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു 10 സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം ആ ക്വസ്റ്റ്യൻ ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾ നോക്കണം നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ. പറ്റുന്നില്ലെങ്കിൽ ഒന്നേ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരിക. ദെൻ അത് പറ്റുന്നുണ്ടെങ്കിൽ സ്പീഡിൽ തന്നെ അത് മാർക്ക് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുക. അങ്ങനെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ ഫുൾ ഒരു നമ്മളുടെ 30 ക്വസ്റ്റ്യൻസിനെയും ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണം ആർ സീസും പാരാജമ്പിൾസും ചെയ്യാൻ. ആർ സീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പാസേജിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ സിനോണിംസ്, ആൻറ്റോണിംസ് അതൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ആദ്യം അപ്രോച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്കിം ചെയ്യണം. ഓക്കെ, റീഡ് ചെയ്യുന്നത് കൂടെ ഫുൾ റീഡ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ടൈം ഉണ്ടോ എന്ന് നോക്കണം. അതില്ല എങ്കിൽ സ്കിം ചെയ്ത് നമുക്ക് വേണ്ട പോർഷൻസിനെ ആ ഒരു പാസേജിൽ നിന്ന് എടുത്തിട്ട് വേണം ആൻസേഴ്സിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പാരാജമ്പിൾസ് നോക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫുൾ സെറ്റ് ഡീകോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇൻട്രൊഡക്ഷൻ സെൻറ്റൻസും അതുപോലെ തന്നെ ക്ലോസിങ് സെൻറ്റൻസും ഓൾമോസ്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ 2 എണ്ണമാണെങ്കിലും മാർക്ക് ചെയ്യുക. ബാക്കി 3 എണ്ണം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. നെഗറ്റീവ്സ് ഒരിക്കലും വരുത്താതിരിക്കുക. അത്രയും ഷുവറായിട്ടുള്ള ഇത് മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷൻ അത്യാവശ്യം ഒരു 25+ സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വാൺസിലോട്ട് വരികയാണെങ്കിലും ക്വാൺസിൽ ആദ്യം സ്പീഡ് മാത്സിൻ്റെ സെക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പോൾ 1 ലൈനർ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യുമെങ്കിൽ ചെയ്യുക. അതല്ല എങ്കിൽ ആദ്യം വന്നത് ആ ഒരു സെറ്റാണല്ലോ, അപ്പോൾ അവിടെ മുതൽ ചെയ്ത് തുടങ്ങാമെന്നൊരിക്കലും വിചാരിക്കരുത്. ഇടയ്ക്കൊന്ന് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് നോക്കുമ്പോൾ സ്പീഡ് മാത്സിൻ്റെ സെഷൻ കാണുകയാണെങ്കിൽ ആ പോർഷൻ മുതലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഒരു 15 to 20 മാർക്സ് നമുക്ക് സ്പീഡ് മാത്സും DIസിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. സോ ആദ്യം സ്പീഡ് മാത്സ്, സിംപ്ലിഫിക്കേഷൻസിനൊക്കെ മാക്സിമം 30 സെക്കൻഡ്സ്, അതിൽ കൂടുതൽ നിങ്ങൾ ടൈം കളയരുത്. അപ്പോൾ ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ളതോ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളതോ വരികയാണെങ്കിൽ, അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല, കാരണം ക്ലർക്കിൻ്റെ എക്സാമാണ്, ഈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അഥവാ അങ്ങനെ അല്ല എങ്കിൽ പോലും എന്ത് ചെയ്യുക, അത് സ്കിപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് ക്വാഡ്രാറ്റിക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ, ക്വാഡ്രാറ്റിക്, ദെൻ മിസ്സിംഗ് നമ്പർ ഉണ്ടെങ്കിൽ ചെയ്യുക. റോങ് നമ്പർ ലാസ്റ്റത്തേക്ക് വെക്കുക. റോങ് നമ്പർ ചിലപ്പോഴൊക്കെ ട്രിക്കി ആവാനുള്ള ചാൻസസ് ഉണ്ട്, അതുകൊണ്ടാണ്. സോ റോങ് നമ്പർ ചെയ്ത് സമയം കളയാൻ നിൽക്കരുത്. ഈസി ആണെങ്കിൽ ചെയ്യാം, ഈസി അല്ല എങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യണം. ദെൻ DIസിലോട്ട് വരാം. റെയർ ആയിട്ടുള്ള കേസിൽ മാത്രമേ കേസിൽ DIസ് വരത്തുള്ളൂ. കേസിലിട്ട് വരികയാണെങ്കിലും സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി 2 DIs വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ DI ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഡീകോഡ് ചെയ്യുക. അപ്പോൾ കുറച്ചെങ്കിലും കാൽക്കുലേഷൻസ് ഉള്ളതാണെങ്കിൽ ആദ്യമേ ആ ഒരു നമ്മളുടെ ആ ഒരു ഗ്രാഫിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ഡീകോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് അതിൽ നിന്നും കണ്ടെത്തി പെട്ടെന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യനിൽ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ എടുക്കരുത്. അതെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന മൈൻഡിൽ അതിൻ്റെ ട്രിക്ക് വരുന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്യുക, അതല്ല എങ്കിൽ ഉടനെ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ DIസിൽ തന്നെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ 4 ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും, ഒരെണ്ണം കുറച്ചൊരു ലെങ്തി ആയിരിക്കും. ആ ഒരു ലെങ്തി ക്വസ്റ്റ്യനെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അരിത്തമെറ്റിക്. അരിത്തമെറ്റിക്കിൽ പെർസെൻറ്റേജ്, റേഷ്യോ, ദെൻ ഏജസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞ് ബോട്ട് ആൻഡ് സ്ട്രീം, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക. ഓക്കെ, ആൻസർ കിട്ടുന്ന അനുസരിച്ച് അതുപോലെ തന്നെ അത് മാർക്ക് ചെയ്യാനും ശ്രമിക്കുക. ഒരു 30 വരെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ, കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട. എന്നാലും ഞാൻ പറയുകയാണ്, ക്ലർക്ക് ലെവൽ ആയതുകൊണ്ട് ക്വാൺസ് ഈസി ലെവൽ ആവാനാണ് ചാൻസ് കൂടുതലുള്ളത്. ദെൻ റീസണിങ്ങിലോട്ട് വരികയാണെങ്കിൽ റീസണിങ്ങിലും ആദ്യം മിസലേനിയസ് ടോപ്പിക്സ് എടുക്കുക. ബ്ലഡ് റിലേഷനും കൊണ്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്, കാരണം ബ്ലഡ് റിലേഷൻ നമ്മളെ കുഴയ്ക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ പസിൽസ് ആണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നതെങ്കിലും സിമ്പിൾ പസിൽസ്. ഓക്കെ, അപ്പോൾ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലൊക്കെ ഓൾ പേഴ്സൺ ഇൻ എന്നുള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇന്നും ഔട്ടും ഉള്ളതാണെങ്കിൽ അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാതെ സിമ്പിളായിട്ടുള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് ആദ്യം സിലോജിസംസ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇനീക്വാളിറ്റി എനിക്ക് കുറച്ച് ഒരു ട്രിക്കി ആയിട്ടാണ്, എനിക്ക് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യും. സോ അതുകൊണ്ട് ഞാൻ ഇനീക്വാളിറ്റിയും കോഡിങ്ങും ഒക്കെ ലാസ്റ്റത്തേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക. ഏറ്റവും നല്ലത് മിസലേനിയസ് ടോപ്പിക്സിൽ നിന്ന് തുടങ്ങിയിട്ട് പസിൽസിലോട്ട് ചെല്ലുന്നതാണ്. പസിൽസിൽ തന്നെ ഇയർ ബേസ്ഡ് പസിലൊക്കെ കുറച്ചൊരു ട്രിക്കി ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കുക. ദെൻ ഏതൊക്കെ ഡൗട്ട് ഉണ്ടോ അതിനെല്ലാം മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു പസിലിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പസിലിൻ്റെ ബാക്കി കോൺസിക്യൂട്ടീവായിട്ട് 5 ക്വസ്റ്റ്യൻസ് ആ പസിലിനെ കുറിച്ചിട്ട് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് വേണം എന്ത് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് അടുത്തതിലോട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ച് ആ ക്വസ്റ്റ്യനിലോട്ട് തന്നെ വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം
കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എന്താണ് ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കുക, പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഇരിക്കുക. ഇത്രയുമൊക്കെയാണ് ചെയ്യാനുള്ളത്. സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.